സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യണ്ടാവും. ഞാൻ പോട്ടെ. ഒന്ന് വേഗം പോടി ചേച്ചി, എന്നിട്ട് വേണം എനിക്ക് വീട്ടിലൊന്ന് സമാധാനത്തിൽ ഇരിക്കാന്. അമ്മേ, ആ കീതുക്കുത് പറഞ്ഞത് കേട്ടില്ലമ്മ. ഞാൻ പോയ അവൾക്ക് സമാധാനം കിട്ടത്രേ. അപ്പൊ ഞാനൊരു ശല്യക്കാരിയാണെന്നല്ലേ അവൾ പറഞ്ഞേ. അതേടി ചുണ്ടരി, അത് തന്നെ ഞാൻ പറഞ്ഞേ. ദേ കൊച്ചെ, അവൾ നിന്റെ ചേച്ചി എന്നുള്ള ബോധം നിൽക്കുണ്ടോ? ആ ഭൂത എന്റെ ചേച്ചി ആയതാ എന്റെ തലവിധി. ഇവളെന്റെ അനിയത്തി ആയതാ എന്റെ തലവിധി. രണ്ടും കേൾക്കാൻ വേണ്ടി പറയാ. ഇനിയും തല്ലുകൂടിയാലേ എന്റെ ബെഡിന്റെ അടിയിൽ ചൂരിൽ കിടപ്പുള്ള കാര്യം രണ്ടാൾക്ക് ഓർമ്മണ്ടോ? അതെടുത്ത് ഞാൻ ചളക്കോ പുളുക്കോ രണ്ടെണ്ണത്തിന് ഞങ്ങൾ പ്രയോഗിക്കും. എന്താണ് ചെയ്തു? രാവിലെ തന്നെ ചൂരിൽ എടുപ്പിക്കുന്നേ. അയ്യോ വേണ്ടമ്മേ, എന്നാ ഇനി കമാന്നൊരു അക്ഷരം ഇണ്ടേക്കുന്നേ. അമ്മേ, എന്നാ ഞാൻ പ്രിന്റ് ഷോപ്പ് പോയിട്ട് വേഗം വരാട്ടോ. മോളെ വെച്ചു, ആ ഇടവഴിയിലൂടെ പോയാൽ മതിട്ടോ. റോഡിലൂടെ ഒന്നും പോവണ്ട, ലൈസൻസ് ഇല്ലാത്തതാ. ശരി അമ്മേ. അല്ലടി ലക്ഷ്മണേ, ഇന്ന് എനിക്ക് പണിക്കോടൊന്നുമില്ലേ? ഇല്ല മമ്മേ, നാളെ പരീക്ഷ ആവോണ്ടേ സാർമാര് ലീവ് തന്നേക്കുവന്ന്. പൂജ കയറ്, ഞാൻ ബസ് സ്റ്റോപ്പിൽ വിട്ടുതരാന്നേ. വേണ്ട ചേച്ചി, ചേച്ചി പോയിക്കോ, എനിക്ക് അഞ്ജലിയുടെ വീട്ടിൽ പോണേ. എന്നെ അവിടെ വെയിറ്റ് ചെയ്യണ്ടാവും. എടി ലക്ഷ്മണേ, എന്നാ പൈപ്പും ചോട്ടിലൊന്ന് വിട്ടടി. ഓ അതിനെന്താ മമ്മേ, അമ്മമ്മ കയറ്. ദൈവമേ, ഇന്നെങ്കിലും ആ പൈപ്പിന്ന് തുള്ളി വെള്ളം കിട്ടിയാ മതിയായിരുന്നു. എടി ജാനിക്കുട്ടിയെ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ പാവാടക്കളവി? പാവാടക്കളവി നിന്റെ അമ്മൂമ്മ. അതോടെ ഞാൻ അമ്മൂമ്മ പാവാടക്കളവി വിളിച്ചത്. ഇങ്ങനെ എളിച്ചോണ്ട് നിൽക്കാതെ മുറ്റൊന്ന് അടിച്ചു വാരി പെണ്ണേ. അമ്മൂമ്മേ, ഞാൻ നാളെ പുതിയ സ്കൂളിലേക്ക് പോകില്ലേ. എനിക്ക് എന്തോരം പണിയുണ്ടെന്നറിയോ? യൂണിഫോം അയൺ ചെയ്യണം, ബുക്ക് പുതിയ, അങ്ങനെ കുറെ പണിയുണ്ട്. എനിക്കൊന്ന് വയ്യ മുറ്റടിക്കാൻ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ വെള്ളമായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഈ മുറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കണം കേട്ടോടി. ഓളെ ലച്ചേ, വേഗം വണ്ടി വിടടി, അല്ലെങ്കിൽ ആ പൈപ്പൻ ചൂട്ടിൽ നീണ്ട ക്യൂ ആയിരിക്കും. ശരിയാ മമ്മേ, മുറുകെ പിടിച്ചിരുന്നോടെ. അമ്മ, എന്നാ ഞാനും പോവാട്ടോ, അല്ലെങ്കിൽ ബസ് പോവുള്ളൂ. ചോറ് മുഴുവൻ കഴിച്ചേക്കണം മോളെ, ഒന്നും ബാക്കി വെക്കരുത്. ഓക്കെ അമ്മ, ബൈ. ബൈ മക്കളെ, നോക്കി പോവണ്ടോ? എന്താണ് നോക്കി നിൽക്കുന്നേ? എനിക്ക് സ്കൂളിൽ പോണ്ടേ? ആ പോവാ പോവാന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറായി ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ട്. ഒന്ന് വേഗം പോടി. നിങ്ങളെ വഴക്കങ്ങ് പറമ്പത്തേക്ക് കേൾക്കാണ്ടല്ലോ. എന്താ ഇവിടെ ഒരു ബഹളം? അതൊന്നുമില്ല പൂജ, നേരം വെളുത്ത ഞാനും കൊതും തമ്മിലൊരു വഴക്ക് നിർബന്ധ. അതെ അതെ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ലെന്നേ. ചേച്ചി അനിയത്തി തമ്മിൽ സ്നേഹം കൂടി പോയതിന്റെ കേടാ മോളെ. ഇനി അഞ്ജലി കാർത്തികേയൻ ബസ് ഇപ്പൊ പോകും. ആയിഷ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ഉണ്ട്. വാ, നമുക്ക് വേഗം പോവാ. എന്നാ മക്കൾ പോയി വരി, പുതിയ സ്കൂളാണെന്നുള്ള കാര്യം ഓർമ്മ വേണേ. ശരി അമ്മ, അതൊക്കെ ഓർമ്മണ്ട്. അഞ്ജലി വേഗം വാ. ബായ് അമ്മ. ബസ് കയറുമ്പോ സൂക്ഷിക്കണം മക്കളെ. ചേച്ചിക്ക് എപ്പോഴേ പോയമ്മ. ഞാൻ ആ തൊഴുത്തിന്റെ അവിടെ ഉണ്ടാവും. നീ പോയിട്ടേ ആ പാൽപാത്രം കൊണ്ട് അങ്ങോട്ട് വാ. ആ മൊബൈലൊന്നും കുത്തി നിൽക്കാതെ വേഗം വന്നേക്കണടി. ആ കുട്ടിയെ, എന്ന് നീ തന്നെയല്ല അവിടെ ഇരിക്കണേ. ഇന്ന് ഒരു ദിവസം അവിടെ ഇരുന്നോട്ടെ. ഞാൻ ആദ്യം സൈഡല്ല കുട്ടിയെ. ഇങ്ങനെ തിരക്കൂടാ നിന്നാലേ സുന്ദരി മിസ്സിന്റെ ക്ലാസ് അങ്ങ് കഴിയും. ഇത് വല്ലാത്ത ഇടങ്ങാറായല്ലോ. ഈ പാറു, വെറുതെ വാശി പിടിക്കാൻ നിന്നാലേ നീ എന്റെ കയ്യിൽ നിന്ന് വടി മേടിക്കും. അവളെല്ലാം ആദ്യം വന്നിരുന്നേ, അവളെ അവിടെ തന്നെ ഇരുന്നോട്ടെ. നീ അവിടെ പുറകിലിരുന്നോ. വാശി പിടിക്കാതെ അങ്ങോട്ട് കയറി ഇരിക്കും മോളെ. എന്തിനാ സുന്ദരി മിസ്സിന്റെ കയ്യിൽ നിന്ന് വെറുതെ അടിമേടിക്കാൻ നിൽക്കണേ? ശരി ശരി, അങ്ങോട്ട് നീ നീ എന്താ ആലോചിച്ച് നിൽക്കണേ? കേറി ഇരിക്കാൻ നോക്ക്. പള്ളിക്കൂടത്തേക്ക് പോവല്ലേ കുട്ടികളെ, അമ്മയോട് ടാറ്റ പറഞ്ഞേക്ക്. മക്കളെ മുറുകെ പിടിച്ചോണേ. അയ്യോ, മുത്തശ്ശി പോയോ? എന്താ മക്കളെ, എന്താ കാര്യം? ഞങ്ങൾക്ക് കുറച്ച് പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു. മുത്തശ്ശി പോണ നേരം ഞങ്ങളൊന്ന് വിളിക്കാറില്ല അമ്മ. മക്കളെ, നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ. നീ ലച്ചുവാണെങ്കിൽ ഞങ്ങളോട് വെയിറ്റ് ചെയ്യണ്ടാവും. കിടന്ന് തുള്ളാതെ കൊത്തിപ്പറക്കി തിന്നന്റെ കുട്ടിയെ. ഒരെണ്ണം മോളെ പോയി കുത്തിയിരുന്ന് തിന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നില്ലേ? മരുമോളെ, ഇപ്പൊ പാലൊക്കെ കുറവാണല്ലോടി. നീ അതിന് പച്ചപ്പുല്ലൊന്നും തിന്നാൻ കൊടുക്കണില്ലേ? പിള്ളേരെ സ്കൂൾ മാറ്റുന്ന തിരക്കാവോണ്ടേ പശുവിനും കോഴിനും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിട്ടില്ലമ്മ. അത് നല്ല കഥ. അപ്പൊ ഒരാഴ്ചയായിട്ട് ഈ മിണ്ടാപ്രാണികൾക്ക് ഒന്നും തിന്നാൻ കിട്ടിയിട്ടില്ലെന്ന് സാരം. അയ്യോ അമ്മ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. തിന്നാനൊക്കെ കൊടുത്തിട്ടുണ്ട്, കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിട്ടില്ലെന്ന് പറഞ്ഞേ. വീട്ടിലെന്തെങ്കിലും തിരക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മിണ്ടാപ്രാണിയോട് നമ്മളോട് എന്ത് പയച്ചു? എന്നോടൊരു വാക്ക് പറഞ്ഞുണ്ടായിരുന്നു നിനക്ക്. ഈ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ വീട്ടിലെ ചെലവൊക്കെ കഴിഞ്ഞു പോണതേ ഈ ഇതിറ്റങ്ങൾ ഉണ്ടാവണ്ട. എന്റെ പൊന്നമ്മേ, എന്റെ മക്കളെ പോലെ തന്നെ എനിക്ക് ഇതിറ്റങ്ങളും ഞാൻ അങ്ങനെ മറക്കോ? ഓ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അല്ല, നീ ബാലുവിന്റെ ചായക്കടക്കുള്ള പാലൊക്കെ കൊണ്ടുകൊടുത്തോ? ഇനി അതും മറന്നു നീ? ഇല്ല അമ്മേ, ഞാൻ ഗീതുവിനോട് പാലും മാത്രം കൊണ്ട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടേ. അമ്മേ, തമ്പുരാട്ടി എഴുന്നല്ലോ. ഞാൻ എപ്പോ വരാൻ പറഞ്ഞതടി പെണ്ണെ, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ എന്നത്തേക്കാളും നേരത്തെ ഇന്ന് വന്നേക്കുന്നേ. എന്ത് പറഞ്ഞാലും മുട്ടിഞ്ഞാ എന്റെ പെണ്ണിന്. ആ പാൽപാത്രം തന്നെ ഇങ്ങനെ പുഴുങ്ങി തിന്ന്. പെണ്ണെ, വേണ്ട വേണ്ട, അല്ലെങ്കിൽ ഞാൻ ദേഷ്യം പിടിച്ച് നിൽക്കുവാ. മനസ്സിലായി. അച്ഛമ്മ അമ്മ വഴക്കൂടിയിട്ടുണ്ടാവും. ആ ദേഷ്യം എന്നോടാ തീർക്കുന്നേ. അതിന്റെ പേരക്കടാവ് പറഞ്ഞ ശരിയാ. ആ മിണ്ടാപ്രാണികൾക്ക് ഒരാഴ്ചയായിട്ട് തിന്നാൻ കൊടുത്തിട്ടില്ലേ ഞാനൊന്ന് ചോദിച്ചു പോയി. അതിന്റെ ദേഷ്യം അവൾക്കേ. മരുമോളെ, അത് മനസ്സിന്ന് വിട്ടേക്ക്. നീ ആ കൊച്ചിന് പോയിട്ട് പാലെടുത്തോട്ടെ. ചായക്കടയിൽ ഇപ്പൊ തിരക്ക് കൂടിയിട്ടുണ്ടാവും കുട്ടിയെ. നോക്കി നിൽക്കാൻ അങ്ങോട്ട് മാറി നിൽക്കണി പെണ്ണെ.
ഒന്റെ പൊന്നോ, അമ്മയുടെ മരുമോള് വല്ലാത്തൊരു സാധനം തന്നെ. എന്റെ മരുമോള് നിന്റെ ആരാടി പെണ്ണേ? എന്നാലും അച്ഛമ്മേ, അമ്മനെ എങ്ങനെ അച്ഛമ്മ സഹിക്കുന്നേ? അവളൊരു പാവാടി പെണ്ണേ, മുൻകോപുണ്ടെങ്കിലും ഉള്ളിലൊന്നുമില്ലേ. എനിക്ക് അവള് മരുമോളല്ല, എന്റെ മോളെ പോലെ തന്നെയാണ്. എന്റെ കുടുംബത്തിന് വേണ്ടി അവൾ എന്തോ ഒരു കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? ഊണുമില്ല ഉറക്കൂല. ഈ മിണ്ടാപ്രാണിയോട് അവൾ മക്കളെ പോലെ തന്നെ സ്നേഹിക്കുന്നേ. എന്റെ ഭാഗത്താ തെറ്റ്. അതിനൊന്നും തിന്നാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വഴക്ക് തുടങ്ങിയത് ഞാനാ. സാറേ പ്ലീസ്. നോ സഞ്ജയ് നോ. നിങ്ങളുടെ ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. ഇന്നോ ഇന്നലായിട്ട് തന്ന അസൈൻമെന്റ് ആണോ? ആണോന്ന്? ഈ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും അസൈൻമെന്റ് എഴുതി വെച്ചു. നിങ്ങൾ 4 പേര് ഒഴിച്ച്. നിങ്ങൾക്ക് 4 പേർക്കൊക്കെ കൊമ്പുണ്ടോന്ന്? സാറേ എനിക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, അതുകൊണ്ട് അസൈൻമെന്റ് എഴുതാൻ പറ്റാതിരുന്നേ. അതെപ്പാ, ഞാൻ അറിഞ്ഞില്ലല്ലോ. മിണ്ടാതിയുടെ കൊരങ്ങ. ഓ അങ്ങനെ. ആ സാറേ, ഇവൻ പറഞ്ഞ സത്യ. ഇവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്നപ്പോഴേ ഞാനാ കൂട്ടുന്നേ, അതുകൊണ്ട് എനിക്കും അസൈൻമെന്റ് എഴുതാൻ പറ്റില്ല സാറേ. ഇവന് ഹോസ്പിറ്റലിൽ കൂട്ടുന്നോണ്ടേ ഇവനക്കും പനി പിടിച്ചു, പിന്നെ അവന് കൂട്ടുന്നത് ഞാനാണേ. ആഹാ, എന്നിട്ട് എന്തോന്നാ സാറേ കണ്ണിച്ചോറില്ലാതെ സംസാരിക്കല്ലേ? പനി പിടിച്ചോണ്ടല്ലേ. ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും അസൈൻമെന്റ് എഴുതി വെക്കാന്നേ, ഉറപ്പ്. ഒരു കുറിപ്പിന്റെ ഉറപ്പ് എനിക്ക് കേൾക്കണ്ട. നിങ്ങൾക്ക് മാത്രം ഇവിടെ ഒരു പ്രത്യേകത ഇല്ല. പ്ലീസ് സാർ, ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ഞങ്ങൾ വെക്കും. ഒരു ചാൻസ് താഴെ സാറേ. ഒരു ചാൻസ്, പക്ഷെ ഒരാഴ്ചക്കുള്ളിലല്ലേ നിങ്ങൾ വെക്കണ്ടേ? പിന്നെ നാളെ തന്നെ വെക്കണം. കൃത്യം നാളെ 9 മണിക്ക് സ്റ്റാഫ് റൂമിൽ എല്ലാം കംപ്ലീറ്റ് ആക്കി എന്റെ കൺമോഞ്ഞ് വെച്ചിരിക്കണം. 9 മണിക്കാ? 9 മണിക്ക്. 9 മണിക്കുള്ളിൽ അസൈൻമെന്റ് എന്റെ കൺമുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പേരൻസിനെ കൂട്ടി നിങ്ങൾ 4 പേര് ക്ലാസ് കയറിയാൽ മതി. എന്തോന്ന് സാറേ ഇത്? ഒരാഴ്ച കൊണ്ട് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം ഈ അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കിയേ. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം കൂടി കംപ്ലീറ്റ് ആക്കാനോ? നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, എനിക്കൊന്നും കേൾക്കണ്ട. സാറേ എടി അഞ്ജലി, ഞങ്ങളുടെ പുതിയ സ്കൂൾ എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ കുഴപ്പമില്ല. എന്നാലും ഞങ്ങളുടെ പഴയ സ്കൂളിന്റെ അത്ര വൈബില്ല അല്ലേടി പൂജ? എന്റെ പൊന്നു അഞ്ജലി, നമ്മുടെ പഴയ സ്കൂളിനെ കുറിച്ച് ഓർമ്മിപ്പിക്കലേടി. എന്നെ അടിപൊളിയായിരുന്നറിയോ? അവിടുത്തെ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാം കമ്പനിയാ. ഓ, എല്ലാം മിസ് ചെയ്യുന്നടി. പിന്നെ എന്തിനാടി കുരിപ്പുകളെ നിങ്ങൾ 3 പേര് എന്റെ സ്കൂളിലേക്ക് കെട്ടിയെടുത്ത് അവിടെ തന്നെ അങ്ങ് നിന്നാ പോരായിരുന്നോ? ഞങ്ങൾ 3 ആൾക്ക് അവിടെ തന്നെ നിൽക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ അഞ്ജലിയുടെ പിന്നാലെ ഒരുത്ത് പ്രേമം മൂത്ത് നടക്കുമല്ലായിരുന്നോ? അതാണെങ്കിൽ അവിടെ അച്ഛനും അമ്മ വീട്ടിലറിഞ്ഞു, പിന്നെ പ്രശ്നമായില്ലേ. പിന്നെ പറയണ്ടല്ലോ, ഓൾ അച്ഛനും ഇതും പറഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ട് വലിയ പൊല്ലാപ്പേരുന്നേ. ഇങ്ങനെയൊക്കെ ഉണ്ടായോ? എന്നിട്ട് എന്താ സംഭവിച്ചേ? ആ ശല്യപ്പെടുത്തുന്ന പയ്യൻ പഠിക്കുന്നിടത്തെ അഞ്ജലിനെ പഠിപ്പിക്കൂലെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. ഓഹോ, എന്നിട്ട് ആ ചെക്കിനെ പുറത്താക്കിയോ? ഏയ് ഇല്ലടി ബ്രണ്ട, ആ ചെക്കാണെങ്കിൽ ഏതോ കൊമ്പത്തെ ഫാമിലിയിലുള്ളതാ. പക്ഷെ അഞ്ജലിന്റെ അച്ഛൻ വിട്ടുകൊടുക്കോ? ഓല് വലിയ അഭിമാനക്കാരനല്ലേ. ആ ചെക്കിനുള്ളടത്തിന്റെ കുട്ടീനെ പഠിപ്പിക്കൂലെന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ ടീച്ചർ മേടിച്ചിട്ട് ഈ സ്കൂളിൽ ചേർത്ത്. കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഒന്നിച്ചല്ല സ്കൂളിൽ പോയെന്നേ. അഞ്ജലി ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാ സ്കൂൾക്ക് പോവാ? അപ്പൊ ഞങ്ങൾ അമ്മമാരോട് പറഞ്ഞിട്ടേ ഞങ്ങൾ ടീച്ചർ മേടിച്ചിട്ട് ഈ സ്കൂൾക്ക് ചേർന്നു. ഓഹോ, അങ്ങനെയാണല്ലേ നിങ്ങൾ 3 പേര് ഈ സ്കൂളിലേക്ക് വന്നേ? ഞങ്ങൾ മാത്രല്ല, ഞങ്ങൾ അനിയത്തിമാരെ ടീച്ചർ ആ സ്കൂളിൽ നിന്ന് മേടിച്ചു. അവര് നാളെ തൊട്ട് ഈ സ്കൂളിലേക്ക് വരാൻ പോവാ. ഓ മൈ ഗോഡ്, ആ കിഴക്കത്തെ ഗീത നാളെ മുതൽ ഈ സ്കൂളിലാണ് പഠിക്കുന്നേ. ഓ അൺസഹിക്കബിൾ. ബ്രണ്ട, നീ അവളെ കിഴക്കത്തിന്ന് വിളിച്ചതേ ഞാൻ അവളോട് പോയി പറഞ്ഞു കൊടുക്കട്ടെ? എന്റെ പൊന്നു അഞ്ജലി ചതിക്കല്ലേ, അവൾ എന്നെ കൊല്ലും. എടി, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ സത്യം മാത്രം പറയണേ. എന്താടി? നിന്റെ പിന്നാലെ നടന്ന ചെറുക്കനോട് നിനക്കൊരു ചെറിയ ഇഷ്ടം പോലും ഉണ്ടായിട്ടില്ല? ഒന്ന് പോടി ബ്രണ്ട, എനിക്ക് ആ ചെറുക്കനോട് ഒരു ഇഷ്ടമില്ല. ഇനി എത്ര കുരങ്ങന്മാരി എന്റെ പിന്നാലെ നടന്നാലേ ഞാൻ ഇഷ്ടപ്പെടാനും പോണില്ല. അഞ്ജലി, ഞങ്ങളുടെ സീനിയേഴ്സിനെ കണ്ടിട്ടുണ്ടോ? എന്തൊരു ഹാൻഡ്സ് ആണെന്നറിയോ? നീ അവരെ കണ്ട ഞൊട്ടും. അല്ല പിന്നെ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനിവിടെ പഠിക്കാനാ വന്നേക്കുന്നേ, അല്ലാതെ പ്രേമിക്കാനൊന്നല്ല. എനിക്ക് പഠിച്ച് വലിയൊരാളാവണം. അങ്ങനെ തന്നെ എല്ലാരും പറയുന്നേ. പക്ഷെ അവരായിരിക്കും ആദ്യം ലൈനടിക്കാൻ പോവാ. പൊന്നു പോണ്ടെന്ന് നിർത്തുന്നുണ്ടോ? വിശന്നിട്ട് വേടി, വയറുന്ന് ഗുളു 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 എന്നുള്ള ശബ്ദം കേൾക്കുക. ഓക്കേ, എന്നാ നമുക്ക് ക്യാന്റീനിലേക്ക് വിട്ടാലോ? കം ഓൺ എവരിബഡി. ക്യാന്റീനിലേക്ക് എന്തിനാണ് പോകുന്നേ? ബിക്കോസ് ഞാൻ എന്നും ക്യാന്റീനിൽ ഫുഡ് കഴിക്കുന്നേ. എന്റെ മമ്മി എനിക്ക് ചോറൊന്നും ഉണ്ടാക്കി തരാറില്ല. എന്തിനാണ് ക്യാന്റീനത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറ് ചീത്താക്കണത്? ഞങ്ങൾ 3 ആൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിന് നിനക്ക് ഷെയർ തരാട്ടോ. വാവ്, അത് നൈസായി. അപ്പൊ മമ്മി എനിക്ക് തന്ന 50 റുപ്പീസ് കൊണ്ട് നമുക്ക് 4 പേർക്ക് ഒരു ചോക്കോബാർ വാങ്ങാം. ഓക്കേ? എടാ സച്ചി, പോയ കാര്യം എന്തായി? നൈസായി മൂഞ്ചടാ, അല്ലാതെ എന്താവാനാ? ആ ഇടിവെട്ടുമത്തായി നിങ്ങളെ ക്ലാസ് നിന്ന് പുറത്താക്കിയടാ. എടാ കണ്ണാപ്പി, ക്ലാസ് നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. ഇത് അതല്ലേടെ കാര്യം. എന്റെ പൊന്നു മച്ച, ആ ഇടിവെട്ട് ഞങ്ങൾക്ക് ഒരു ഇടിവെട്ട് പണി തന്നെ തന്നടാ. എന്തോന്നടാ കാര്യം തെളിച്ചു പറ. എടാ മോനെ, നിങ്ങൾ എല്ലാരും ഒരാഴ്ച കൊണ്ട് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് എഴുതിയ അസൈൻമെന്റ് നാളെ 9 മണിക്ക് സബ്മിറ്റ് ചെയ്യുന്ന ആ ഇടിവെട്ട് ഞങ്ങളോട് പറഞ്ഞേക്കുന്നേ. പൊന്നോ, ആ അസൈൻമെന്റ് ഒരാഴ്ച കൊണ്ട് തന്നെ എങ്ങനെ തീർത്തുന്ന ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അത് നാളെ 9 മണിക്ക് തീർക്കാനോ? നിങ്ങളെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഒരേ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന്. ഞങ്ങൾ ഒരാഴ്ചക്ക് എന്തായാലും ലീവ് എടുക്കാൻ പോവാ. അതല്ലയുടെ പ്രോബ്ലം. നാളെ 9 മണിക്ക് അസൈൻമെന്റ് വെച്ചില്ലെങ്കിൽ പേരൻസിനെ കൂട്ടി വരണമെന്നാ പറഞ്ഞേക്കുന്നേ. അടിപൊളി. എന്തായാലും നിങ്ങളുടെ കാര്യം ഗോവിന്ദ. എടാ മച്ചന്മാരെ, ഇന്ന് രാത്രി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ട്. അത് ഓർമ്മ ഉണ്ടോ ആവോ? ഓർമ്മ ഉണ്ടടാ, അത് ഓർത്തിട്ട ടെൻഷൻ. ഈ അസൈൻമെന്റ് എഴുതണോ അതോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണണോ എന്നുള്ള കൺഫ്യൂഷനില്ല ഞങ്ങള്. അല്ല, നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ? എടാ, ഇന്നലെ ക്ലാസ്സിൽ ഇമ്പോസിഷൻ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞില്ലേ, അത് കാണിക്കാൻ പോവാടാ. എന്നാ ശരി, നിങ്ങൾ വിട്ടോ. ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാം. ഞങ്ങളാ ക്യാൻറ്റീനിലുണ്ടാവും, നിങ്ങൾ അങ്ങോട്ട് പോര്. ഓക്കെടാ, ഞങ്ങൾ വരാം.
എടാ ആദ്യം അങ്ങോട്ടൊന്ന് നോക്കിയേ. അല്ല, ബ്രണ്ടന്റെ കൂടെ 3 പിള്ളേര് അവരെ ഇതിനു മുമ്പ് ഈ സ്കൂളൊന്നും കണ്ടിട്ടില്ലല്ലോ. എടാ സച്ചി, പുതിയ മുഖങ്ങൾ കൊള്ളാലോ. അതെ അതെ. എടാ മച്ചമാരെ, ഒരു ഐഡിയ ഉണ്ട്. പറ മച്ച. നമുക്ക് ആ പുതിയ മുഖങ്ങളെ കൊണ്ട് നമ്മുടെ അസൈൻമെന്റ് ഒന്ന് എഴുതിപ്പിച്ചാലോ? അടിപൊളി. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് കളിയും കാണാം, നാളെ അസൈൻമെന്റ് വെക്കും ചെയ്യാം, അല്ലടാ? അതേടാ, എന്നാ നമ്മുടെ പിള്ളേരെ ഇങ്ങോട്ട് വിളിക്കടാ.